തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം CMRL കമ്പനിക്ക് വേണ്ടിയെന്ന മാത്യു കുൾനാടൻ MLA. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഖനനം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തുടർച്ചയായാണ് തോട്ടപ്പള്ളിയിലെ ഖനനം. ഇതാണ് മാസപ്പടിക്ക് പകരമായി CMRLന് ചെയ്ത സേവനം. വിജിലൻസിന് നൽകിയ പരാതി നൽകിയിട്ട് കാര്യമുണ്ടായില്ലെന്നും കോടതിക്ക് കൈമാറുമെന്നും കുഴൽനാടൻ പറഞ്ഞു. ഈ 465 രൂപ തുക നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കൂടിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലെ വൺ ഓഫ് ദ പാർട്ടി എന്ന് പറയുന്നത് CMRLല് 16-17% ഷെയറുള്ള KSIDC ആയിരുന്നു. KSIDC കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു മീറ്റിംഗിലാണ് ഇതിന് 465 രൂപ എന്നുള്ള തീരുമാനിക്കുകയും ഈ MOU എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. കുട്ടനാട് മുതൽ ഇങ്ങ് സ്പിൽവേ വരെയുള്ള കനാല് നന്നായി ക്ലിയർ ചെയ്ത് സ്പിൽവേ ഓപ്പൺ ചെയ്യണമെന്നുള്ള ഒരു സാധാരണ പരാമർശം ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇവർ മുന്നോട്ട് പോവുകയും അവസാനം 22/5/2020 ഇതിന്റെ രണ്ടാമത്തെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖം ഉൾപ്പെടെയുള്ള തീരദേശ പ്രദേശത്ത് സാമൂഹ്യ ബലവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചിരുന്ന കാറ്റാടി മരങ്ങൾ മുഴുവൻ റിമൂവ് ചെയ്ത് ആ സ്പിൽവേയിൽ അതിവ്യാപകമായ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള അനുമതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹരി മോഹൻ ചേരുന്നുണ്ട്. ഹരി, എന്തൊക്കെയാണ് മാത്യു കുൾനാടൻ MLAയുടെ ആരോപണങ്ങൾ? ഒപ്പം കോടതിയെ സമീപിക്കാനും മാത്യു തീരുമാനിച്ചിട്ടുണ്ടോ? രേഷ്മ, അതായത് ഈ CMRL ഇത്തരത്തിൽ 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് നൽകിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം കുറെ കാലമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് എന്ത് സേവനങ്ങളാണ് ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന വീണ വിജയന്റെ സ്ഥാപനം CMRLന് ചെയ്ത് നൽകിയത് എന്നുള്ളതായിരുന്നു നിലനിന്നിരുന്ന ഒരു ചോദ്യം. അതിനുള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് കൊല്ലം മെറ്റീരിയൽ എന്നറിയപ്പെടുന്ന കരിമണൽ, കൊല്ലം തീരത്തുള്ള കരിമണലാണ് CMRLന് താല്പര്യമുള്ളത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ മാസപ്പടി നൽകിയത് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഈ സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2018 ഒക്ടോബർ 27 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഒരു യോഗം ചേരുന്നു. അന്ന് തോട്ടപ്പള്ളിയിലെ കരിമണൽ നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. 2019 മെയ് 31 അതിൽ ഉത്തരവിറങ്ങുന്നു. തുടർന്ന് കരിമണൽ നീക്കം ചെയ്യുന്നതിന് ഒരു ധാരണാപത്രം സർക്കാർ ഒപ്പിടുന്നു. 90 ദിവസത്തിനകം ഈ ജോലി പൂർത്തിയാക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനുശേഷം ഇപ്പോഴും കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ കരിമണൽ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന, ഖനനം ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു വരികയാണ് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇതിനിടയ്ക്ക് ഈ ഉത്തരവിറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കരിമണൽ നീക്കം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട്, ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് നൽകിയിരുന്നു. പക്ഷെ ജില്ലാ കളക്ടറെ കൊണ്ട് ഇടപെടിച്ചുകൊണ്ട് അതിന് കാരണം കാണിക്കൽ നോട്ടീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി. പിന്നീട് ഈ കരിമണൽ ഖനനം നടത്തുന്നതിന് വേണ്ടി അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ CMRL കരിമണൽ ഖനനം നടത്തുന്നത് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതായത് CMRLന് ഏറ്റവും താല്പര്യമുള്ളത് ഈ കൊല്ലം തീരത്തുള്ള കരിമണലാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ള ഒന്നാണ് ഇത്. അതിൽ 56% ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്. ദീർഘകാലമായി CMRL അതിൽ കണ്ണുവെക്കുന്നുണ്ട്. പലതവണ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇത്തരത്തിൽ വീണ വിജയന് മാസപ്പടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയും CMRLും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ CMRLന് വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത് നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ രേഷ്മ ചോദിച്ചതുപോലെ തന്നെ വിജിലൻസ് നൽകിയിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസിന് കൊടുത്ത പരാതി ഇനിയിപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് താൻ നോക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. തന്നെ എത്ര ആക്രമിച്ചിട്ടും കാര്യമില്ല, മുന്നോട്ട് വെച്ച കാൽ താൻ പിന്നോട്ടെടുക്കില്ല, ഇനി കോടതി വഴിയാണ് താൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത. രേഷ്മ, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.